ഹലോ ഗൈസ്, സമ്മർ മീഡിയ അനുമോളുടെ പി ആർ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇപ്പോൾ ഉണ്ട് ഗൈസ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് സമ്മർ മീഡിയ ഇട്ടുള്ള ഒരു പോസ്റ്റ് നോക്കാട്ടോ. സമ്മർ മീഡിയ ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്. സമ്മർ മീഡിയ ചാനൽ ഏതെങ്കിലും ഒരു സീസണിൽ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ പി ആർ എടുത്തിട്ട് ഉണ്ടെങ്കിൽ ദയവായി അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. പി ആർ പോയിട്ട് ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്ന് അവരുടെ ചിലവിൽ ഒരു ചായ വാങ്ങി കുടിച്ചെന്ന് തെളിയിച്ചാലും മതി, ഈ ചാനൽ പൂട്ടിപ്പോയിക്കോളാം. ഇത് വാക്ക് ആണ്. ഈ ചാനലിൽ എൻ്റെ സ്വന്തം അഭിപ്രായം ആണ് പറയുന്നത്. നിങ്ങൾക്ക് വിയോജിക്കാം, യോജിക്കാം, പക്ഷേ പി ആർ ചാപ്പ കൊണ്ട് നിശബ്ദനാക്കാം എന്ന് കരുതരുത് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഏതാ പോസ്റ്റ് അറിയാം? ബിഗ് ബോസ് മലയാളം, പിന്നെ എന്താ UN കാണുന്നുണ്ട്, ബാക്കി ഫുള്ള് വാക്കുകൾ കാണാനില്ല അവിടെ. അതിൽ എന്താണ് മിഷേൽ കോർലിയോനോ അവരൊരു പോസ്റ്റാണ് കേസ് നോക്കാം. അതിനുള്ള മറുപടി ആയിട്ടാണ് എണ്ണ ഇതിങ്ങനെ കൊടുത്തിരുന്നത് കേട്ടോ. സമ്മർ മീഡിയ എന്ന ചാനൽ 4ാം സീസണിൽ ഡോക്ടർ റോബിന് വേണ്ടി, 5ാം സീസണിൽ അഖിൽ മാരാർക്ക് വേണ്ടി, 6ാം സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടി, 7ാം സീസണിൽ അനുമോൾക്ക് വേണ്ടി PR എടുത്തിരിക്കുകയാണ്. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള ചാനലാണ് സമ്മർ മീഡിയ. ഇയാൾ നേരിട്ട് ഇവരെയൊന്നും പൊക്കിപ്പറയില്ല, പകരം ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് പ്രധാന ജോലി. ഈ ആഴ്ച നെവിനാണ് ടാർഗറ്റ്. അതുപോലെ ഇയാളുടെ ചാനലിൽ പോൾ ഇടും. അവിടെ PR വന്ന് വോട്ട് അടിച്ചു കയറ്റി ഇയാൾ PR എടുത്തിട്ടുള്ള ആൾക്ക് കൂടുതൽ വോട്ട് എന്ന് കാണിക്കും. ഇങ്ങനെ പല മാനിപ്പുലേഷൻസ് നടത്തിയാണ് സമ്മർ മീഡിയ ഈ ഉഡായിപ്പ് നടത്തുന്നത്. ആ ആഴ്ചയിലുള്ള പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ ഈ PR എടുത്ത കണ്ടസ്റ്റൻറ്റിനെ തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് 2 വീഡിയോ ഇടും. അപ്പോൾ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആകും. അതോടെ ഡീഗ്രേഡിങ് മാറി പുകഴ്ത്തലാകും. ഇങ്ങനെ ഉള്ളവന്മാരാണ് ഈ ഷോ നശിപ്പിച്ച് ഈ രീതിയിൽ ആക്കിയത്. ഇപ്രാവശ്യം പാവം ആ നെവിൻ ഔട്ട് ആകും. ഇതാണ് പോസ്റ്റ് കേസ്. നമുക്ക് സത്യാവസ്ഥ അറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, മൂപ്പര് അനീഷിനുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച അതിൻ്റെ മുന്നത്തെ ആഴ്ച അറിയില്ല ഏതാഴ്ചയാണ്, മറ്റേ അനുമോളും അനീഷും ഭയങ്കര ഫൈറ്റ് പോലെ ഒരു സംഭവമൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ആഴ്ച തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ അനീഷിനെ ഇയാൾ അതിവൈകാരികമായിട്ട് ഇങ്ങനെ എതിർക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇയാളെന്താ അതിവൈകാരികമായിട്ട് സംസാരിക്കുക, അനീഷ് ഇപ്പം എന്താ അവിടെ ചെയ്തതെന്ന്. പക്ഷെ അതിവൈകാരികമായിട്ട് എതിർക്കുന്നത്. അപ്പോൾ എനിക്ക് ഡൗട്ട് എടുത്ത് ഇയാൾ അനുമോളുടെ PR ആണെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കേസ്. എനിക്കല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ആഴ്ച നെവിൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഡൗട്ട് ഇയാൾ അനുമോളുടെ PR ആണെന്നുള്ള ഡൗട്ട് നേരെ കൂടും. ഉറപ്പാണ്. അങ്ങനെ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ. പിന്നെ വേറെ കാര്യം, സാധാരണ നമ്മൾ എന്ത് വീഡിയോ ഇട്ടാലും ഒന്നല്ലെങ്കിൽ നമ്മൾ ഇന്ന ആളുടെ PR അല്ലെങ്കിൽ മറ്റാളുടെ PR എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യയൊക്കെ വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ, അതിലിങ്ങനെ വരലുണ്ട് അനീഷിൻ്റെ PR, അനിമോളുടെ PR എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ചെയ്യുക? അപ്പോൾ ഞാനിവിടെ പറയുന്നൊരു സംഗതി, ഇവർക്ക് ആഴ്ചയിൽ പൈസ കിട്ടുന്നൊക്കെ പറയുന്നത് എന്തായാലേ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ PR ആണെങ്കിൽ എത്ര ഉറുപ്പ് കിട്ടുന്നുണ്ടാവുന്നാവല്ലേ. എന്താ ചെയ്യാല്ലേ? കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്, അല്ലാണ്ട് ലോകം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല. അപ്പോൾ കാശ് കിട്ടി എന്താ പുളിക്കുക? അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ ഗൈസ്. ഓരോ അംഗങ്ങൾ ഇന്നത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്ന ടോപ്പ് റിവ്യൂവേഴ്സിനൊക്കെ ഇങ്ങനെ PR രീതിയിൽ ഓരോ കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. ഇപ്പോൾ രായപ്പൻ അനുമോൾ PR എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. മൂപ്പര് ഇതേപോലെ നെവിനെ ഡീഗ്രേഡ് ചെയ്യും, അനീഷിനെ ഡീഗ്രേഡ് ചെയ്യോ, അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യോ, എന്തൊക്കെ ഇയാൾ പറയും. അയാളൊരു എപ്പോഴും നിങ്ങളൊരു സാൻസിട്ടോ ഒരു സെക്ഷുവലൈസ്ഡ് ആയ രീതിയിലാണ് അയാൾ വീഡിയോസ് ചെയ്യുക. അക്ബർ മറ്റേത് അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളെയൊക്കെ അങ്ങനെയാണ് പറയുക. എനിക്കതാണ് പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റാത്തത്. തെറി വിളിക്കുകയാണെങ്കിൽ ഒരു മര്യാദ ഇല്ലേ ഒരു സംഗതിയിൽ? ഞാൻ അത്യാവശ്യം കുറച്ചും കൂടിയൊക്കെ ഒന്ന് നെഗറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ള എന്തോ ഒരു ആ ഒരു സാധനയ്ക്കും ആയത് ഞാൻ മുമ്പേക്ക് വിചാരിച്ചു ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ ഇടപെടാനൊന്നും പാടില്ല, വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ ഇയാളത് കണ്ടപ്പോൾ എല്ലാവരും ഇത് ചെയ്യണു, അയാളിങ്ങനെ ചെയ്യണു, എന്താ ചെയ്യല്ലേ? അപ്പോൾ നമുക്ക് തോന്നി ചെറിയ രീതിയിൽ നെഗറ്റീവ് നമുക്കും പറയാമെന്ന്. അല്ല, നിങ്ങളൊരു കാര്യം ആലോചിക്കും, രണസുന എന്ന് രേണുസുധീനെ അയാൾക്ക് ഇനിയിപ്പോൾ രേണുസുധീനെ പറഞ്ഞ് അങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ചുമ്മാ ആലോചിക്കും, ഒരാളെ രണസുന പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഈ സുന എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ?
ഇയാളത് കോൺഫിഡൻറ്റ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണത്. ഇയാൾ എന്ത്, ഞാൻ അതിനു മുമ്പ് ഇയാളെക്കുറിച്ച് എനിക്ക് അയച്ച എങ്ങനെ പിടിക്കൂല കേട്ടോ, ഉള്ള കാര്യം പറയാലോ. അതേപോലെ രേവതി അവരുടെ എതിരെ രേവതി ചേച്ചിയില്ലേ, അവർ അക്ബറിൻ്റെ ആര്യൻ്റെ PR ആണെന്ന് കേട്ടോ ആൾക്കാർ പറയണത്. അത് പറയാൻ കാര്യം ഈ രായപ്പ പറയുന്നുണ്ട്. രായപ്പ എന്ന് പറയാൻ കാരണം ഇയാൾ രേണാസുനെ കുറേ പറഞ്ഞോണ്ടേ. അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് രാജേട്ടെന്ന് വിളിക്കണം എന്നൊക്കെ ഉണ്ട്. ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ കേസ് എന്ത് ചെയ്യുക, ഞാൻ അങ്ങനെ ഒരു ചെങ്ങായിപ്പോയി. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്, ഇയാൾ രേവളി ചേച്ചി എന്നാണ് പറയണത്. അപ്പോഴും കണ്ട് ആ വാക്ക് പോയ പോക്ക്. അപ്പോൾ ഇയാൾ എങ്ങനെ ഒരു മനുഷ്യനാണ്, രാത്രി ഉറങ്ങാൻ വിടൂല എന്നൊക്കെയാണ് ഇയാളെ വീഡിയോയിൽ പറയണത്. രേവതി ചേച്ചിക്കെതിരെയുള്ള വീഡിയോയിൽ രാത്രി ഞാൻ ഉറങ്ങാൻ വിടൂല എന്നൊക്കെ. ജാസ്മിൻ ജാഫറിനെതിരെ കഴിഞ്ഞ വർഷം ഈ ചെങ്ങായി വേറൊരു രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു ഇയാൾ എങ്ങനെയാണിത്, അയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. ഇയാൾക്കൊരു കുറ്റബോധം ഇല്ലായിരുന്നു. എങ്ങനെയായിരുന്നു, ഒന്നല്ലെങ്കിൽ അവിടുത്തെ ഭീഷണി ഒന്നുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കേസ് കൊടുക്കും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് ഒന്നിനാവും ഇത് പണി കിട്ടുന്നു. എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. ഇവന്മാരൊക്കെ ഒരു പ്രയോഗമാണ് അണ്ണാക്കിലടിച്ചു കൊടുക്കുകയെന്ന്. അതുലിൻ്റെ ഈ ചെങ്ങായിയുടെ ഒക്കെ ഉള്ള ഒരു ഇതാണ്, അണ്ണാക്കിലടിച്ചു കൊടുത്തു അങ്ങനെ അടിച്ച് കയറ്റണം ഈ ഒരു സാധനം ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് കേസ് ഇങ്ങനെയൊക്കെ PR, അതാണ് നമ്മുടെ വിഷയം. PR ടീമിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇവർക്ക് PR എടുത്തറുമായിട്ടൊരു സംഗതിയൊക്കെ വരേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിലേ ഇത് പറയുമ്പോൾ ഒരു ചാറ്റ് തന്നെ ഉണ്ടല്ലോ, ചാറ്റ് അവസാനം 2 വാക്കുകൾ, അതിൽ രണ്ടാമത്തെ വാക്ക് ചാറ്റ് തരാം. ആ ചെങ്ങായി ഷാനവാസിൻ്റെ PR ആണ്. അയാളുടെ വീഡിയോസ് ശ്രദ്ധിച്ച് മനസ്സിലാവും. ഷാനവാസിനെതിരെ ആരെന്തായാലും ഇപ്പോൾ ഷാനവാസായിട്ടുള്ളത് കമ്പനിയെ മുറിച്ചിട്ടു എന്നിട്ട് പറഞ്ഞപ്പോൾ അനീഷിനെ പറയാത്ത വർത്താനമൊന്നുമില്ല. ഇയാൾ ഷാനവാസ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഐശ്വര്യം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഷാനവാസ് അവിടെ പക്കാ കോമാളിയായിട്ട് അവിടെ ഒരു സംഭവം നല്ല ഇപ്പം വെറുപ്പിച്ചുകൊണ്ട് സംഗതി. കുറച്ച് ദിവസം മുമ്പ് ഓർമ്മ ഉണ്ടെങ്കിൽ 2-3 ദിവസം അങ്ങനെ തന്നെ ഇറങ്ങാൻ. ആ സമയത്ത് ഇറക്കാൻ ഷാനവാസിനെ ഇങ്ങനെ ഭയങ്കര പ്രോത്സാഹിച്ച് അവൻ ചെയ്യുന്ന എന്ത് രസമാണ്, അടിപൊളിയാണ് എന്നൊക്കെ വീഡിയോ ചെയ്ത വായിച്ചാൽ പോവർ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു പക്ഷേ ഇങ്ങനെ ഒരു PR-ൻ്റെ കളി ഇറക്കുന്നുണ്ടെങ്കിൽ അല്ലേ. ഒരു കാര്യം വെച്ചാൽ ബിഗ് ബോസിൻ്റെ ടോപ്പ് റിവ്യൂ പറയുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ പ്രലോഭിപ്പിക്കാൻ പറ്റിയെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ. എന്തായാലും നന്നായിട്ടുണ്ട്. അറിയില്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല. എന്തായാലും എന്താ ചെയ്യുക എങ്ങനെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട് കേസ്, നിങ്ങളൊരു കാര്യം അയച്ചോ, ഒന്നല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ബേസിൽ നിന്ന് ആളുകൾ സംസാരിക്കും, നിഷ്പക്ഷമായി സംസാരിക്കുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടുള്ള പേഴ്സണൽ താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യും, അല്ലെങ്കിൽ കാജ് കിട്ടണോടത്തേക്ക് പോകും, അല്ലെങ്കിൽ പദവി കിട്ടുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ഇങ്ങനെ പൊതുവെ ആളുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത്. അല്ലാണ്ട് നിഷ്പക്ഷമായിട്ട് എന്നൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് എന്താ വെച്ചാൽ പല ആളുകളും അതാണ് നമ്മുടെ ഈ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ജെനുവിൻ നേച്ചർ മറച്ചു വെച്ചിട്ടാണ് പലരും നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അവരതേപോലെ എല്ലാം പറയുകയാണെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എതിർ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവർ പറയും മറ്റേ ആളുടെ ടീമാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വെക്കുമ്പോൾ പറയോ നിലപാടില്ലാത്ത രീതിയിലാണ്. അല്ല, നമ്മൾ അഖിലമാരൊക്കെ പറഞ്ഞ സാഹചര്യത്തിൻ്റെ ആ സമയത്ത് ഇങ്ങനെ പെരുമാറുന്നു, പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഭവം എന്താണ്, നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു അഭിപ്രായം എന്താണ്, ഇതൊന്നും അങ്ങനെ പറയാൻ ധൈര്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് കേസ്. എന്താ വെച്ചാൽ അത് പേഴ്സണൽ ലൈഫിനെ ബാധിക്കും. അതിൻ്റെയൊക്കെ കുറേ വിഷയങ്ങളുണ്ടായിരിക്കും. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്, നമ്മളൊന്നും പോസിറ്റീവായ രീതിയിൽ സംസാരിച്ചാലും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളി വരും. അങ്ങനെയൊക്കെ കാര്യമുണ്ട്. നിൻ്റെ മമ്മീനെ പോയി വിളിക്കട, നിൻ്റെ തന്തയോട് പോയി പറയടാന്ന് അങ്ങോട്ട് എനിക്കടക്കം കമൻറ്റ് വരുന്നുണ്ട്. എനിക്കൊക്കെ പറയുമ്പോൾ വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ കേസ്. എന്തായാലും ആദ്യമായിട്ടാണ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേസ്. ദൈവമേ മൈക്ക് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഈ വിഷയത്തിൽ എടുത്താണ്. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ മൈക്ക് എന്തോ വർക്കാവുന്നില്ല. ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വന്നും പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ വീണ്ടും എടുക്കുകയാണ്. എന്തായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ. സംവരണൻ PR ആണോ അല്ലേ നമുക്കറിയില്ല, രേവതി ചേച്ചി PR ആണോ അല്ലേ നമുക്കറിയില്ല, ഉറപ്പില്ല കേട്ടോ, അറിയില്ല, നല്ല സാധ്യതയുണ്ട്. അതേപോലെ രാജേട്ടൻ ആണോ അല്ലേ എന്നറിയില്ല, PR ആണോ അല്ലേന്ന്, ചാറ്റണ്ണൻ ആണോ അല്ലേന്ന് അറിയില്ല. അത് കണ്ടിട്ട് ഏകദേശം ഇങ്ങനെയൊക്കെ തോന്നലുണ്ട്, അതറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഗ് ബോസ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ സംഗതികൾ കച്ചറ ഒന്നുകൂടിയൊക്കെ വന്യമായ രീതിയിലാവാൻ സാധ്യതയുണ്ട് ഗൈസ്. എന്തായാലും കുറച്ച് ആഴ്ചകൾ കൂടിയല്ലേ ഉള്ളൂ, നോക്കാം എന്ത് സംഭവിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ കുഞ്ഞ് ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ടിലാണ് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയും. നമ്മൾ എന്താ പറയുക, ഫുള്ള് ടെൻഷൻ അടിച്ചിട്ട് ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഓരോ സാധനങ്ങൾ ചെയ്യണത്. അത് നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. ഞാൻ എൻ്റെ കുറേ മേഖലകളിൽ ഞാൻ ആക്റ്റീവാണ്. എഴുത്ത്, അതേപോലെ വീഡിയോ ചെയ്യൽ, അതേപോലെ കുട്ടികളെ പഠിപ്പിക്കൽ, ഇങ്ങനെ കുറേ സാധനം. എനിക്ക് എല്ലാം കൂടി ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഞാനൊരു സാധനം ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലൊരു ബുക്ക് സ്കാൻ ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് അങ്ങനെ ഇറക്കാനുള്ള പരിപാടിയാണ് എനിക്കത്. പക്ഷെ അത് പബ്ലിഷറായിട്ട്
പബ്ലിഷർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്തെ അത് അങ്ങനെ അവർക്ക് പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് പബ്ലിഷ് ചെയ്യാനാണെങ്കിൽ പൈസയില്ല. അപ്പോൾ അല്ല, ഞാൻ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണണമെന്നല്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പോയിന്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോഴാണ് വീഡിയോ ചെയ്യുന്നതിനനുസരിച്ചാണ് എൻ്റെ നെർവസ്നെസ് മാറി മാറി കുറേശ്ശെ മാറി വരണത്. അപ്പോൾ വ്ളോഗിങ്ങിലൊക്കെ സീരിയസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. കുറച്ച് പരിപാടിയൊക്കെ അതായത് ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കുറച്ചല്ല ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഇതിന് ഇറങ്ങണം. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. വലിയ പ്ലാനുകളാണ്. സിനിമയൊക്കെ ചെയ്യേണ്ടേ ഭാവിയിലല്ല, ഇനി അധികം ഭാവിയൊന്നുമില്ല. വളരെ കുറച്ച് കാലങ്ങളെ ഉള്ളൂ. അധിക കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാര്യങ്ങളൊക്കെ പെട്ടൊക്കെ ആക്കണമെന്നുണ്ട് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനുവേണ്ടി സപ്പോർട്ട് ഗൈസ്.